പുറം ലോകത്തിലേക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളെ നിഷ്പ്രയാസം കരിച്ചെറിഞ്ഞ് അടുക്കളയുടെ അകത്തളങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടവർ. എന്നാൽ കഷ്ടിച്ച് വിദ്യാഭ്യാസം നേടിയാലോ വൈവാഹിക ജീവിതത്തോടെ വീണ്ടും അടുക്കളയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അതിനെയും അതിജീവിച്ച് ജോലിയിൽ പ്രവേശിച്ചാലോ പുരുഷന്മാരെക്കാൾ കുറഞ്ഞ വേതനവുമായി ജോലി ചെയ്യേണ്ടി വരുന്നവർ. ഇവയെല്ലാം പഴങ്കഥകളല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോഴും ഇവയിൽ പലതും നിലനിൽക്കുന്നുണ്ട് എന്നുത്തരം. ജനിക്കുന്ന കുട്ടിക്ക് നൽകുന്ന മുലപ്പാലിൽ പോലും വേർതിരിവ് കാണിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പോകട്ടെ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് പിങ്ക് നിറം പെൺകുട്ടികളുടെ നിറമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? നിറങ്ങളിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് നിറങ്ങളിൽ പോലും വേർതിരിവ് കാണിക്കുന്നത് എന്തിന് എന്ന മറുചോദ്യം ചോദിക്കുന്നു ഞാൻ. സ്ത്രീകൾക്ക് നൽകേണ്ടത് പരിഗണനയോ സമത്വമോ? ഇത്തരത്തിൽ ധാരാളം വിഷയങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ഷിഫിൻ്റെ ഇന്നത്തെ സെഷൻ. തിരുവനന്തപുരം സ്വദേശിയായ ഷിഫിൻ അധ്യാപക വിദ്യാർത്ഥിയാണ്. ഷിഫിനെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്, ഇറ്റ്സ് മീ യോ ഷിഫിൻ. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റിയാണ്. നമുക്കറിയാം, പറഞ്ഞ് കാലപ്പഴക്കം വന്ന ഒരു ടോപ്പിക്കാണ് ജെൻഡർ ഇക്വാലിറ്റി. പക്ഷെ എന്തുകൊണ്ട് പിന്നെയും ജെൻഡർ ഇക്വാലിറ്റി ഓരോരോ സംസാര വിഷയമായിട്ട് വരുന്നു? അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആൾക്കാർ ജെൻഡർ ഇക്വാലിറ്റി എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? ഇതൊക്കെ ചില ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ പഴയ ടോപ്പിക്കല്ലേ. പക്ഷേ ഇപ്പോഴും ജെൻഡർ ഇൻഇക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. ഈ 21-ാം നൂറ്റാണ്ടിലും ജെൻഡർ ഇൻഇക്വാലിറ്റി നമുക്ക് ഫേസ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. നമുക്കറിയാം, ഈ വർഷത്തെ വിമൻസ് ഡേയുടെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നതാണ്. ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി, അതായത് ജെൻഡർ ഇക്വാലിറ്റി പതിയെ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പതിയെ ജെൻഡർ ഇക്വാലിറ്റി വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഈ ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ആശയം വളരെയധികം പ്രസക്തമാവുന്നത്. ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് 2040 ആയാലും ജെൻഡർ ഇക്വാലിറ്റി കൈവരിക്കാൻ സാധിക്കത്തില്ല ഇന്ത്യക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓരോരോ സ്റ്റേജായിട്ട് പതിയെ നമ്മൾ ഡെവലപ്പായി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് പതുങ്ങുന്നു? അതിൻ്റെയൊക്കെ ഒരു റീസണാണ് ഞാനിവിടെ വ്യക്തമാക്കാൻ പോകുന്നത്. ജെൻഡർ ഇക്വാലിറ്റിയുടെ ഉറവിടം, അതെങ്ങനെയാണ് ഉടലെടുക്കുന്നത്, ഇതിനെ പറ്റിയൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ജെൻഡർ ഇക്വാലിറ്റി നമ്മൾ കൈവരിക്കുക എന്നാണ്. പതിയെ, അതായത് ബാക്കിൽ പോവാതെ, പതുങ്ങിപ്പോവാതെ വളരെ സ്പീഡായിട്ട് ജെൻഡർ ഇക്വാലിറ്റി നമ്മൾ കൈവരിക്കണം. അതാണ് ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അത് ഇപ്രാവശ്യത്തെ വിമൻസ് ഡേക്ക് അതൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഫാമിലിയിൽ നിന്നാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ 2 കുഞ്ഞു പിള്ളേരുണ്ട്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. അപ്പം ബന്ധുക്കൾ കാണാൻ പോകുന്ന സമയത്ത് ആൺകുട്ടിക്ക് തോക്ക്, അതേപോലെ JCB, കാറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും കുഞ്ഞുകുട്ടിക്ക്. ഇനി ആ പെൺകൊച്ചിനാണെങ്കിൽ ബന്ധുക്കൾ വിചാരിക്കും അത് പെൺകുട്ടിയല്ലേ, നമുക്ക് ഒരു പാത്രങ്ങള്, മോതിരം, അതേപോലെ തന്നെ ബാർബി ഡോള്, പാവ, ടെഡി ബിയർ. സോ അത് തന്നെ ഒരു ഇൻഇക്വാലിറ്റി അല്ലേ? തീർച്ചയാണ്. പെൺകുട്ടികൾക്ക് വളരെ വീക്കാണ്. അവർ ബാർബി ഡോളും ഈ ടോയ് പാത്രങ്ങൾ അതായത് ടോയ് പാത്രം വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ അവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് സ്ത്രീകൾ പാത്രം കഴുകേണ്ടവരാണ് എന്നാണ് അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ബാർബി ഡോള്, ടെഡി ബിയർ, അതൊക്കെ നമുക്ക് സ്നേഹത്തോടു കൂടി വാങ്ങിച്ചു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ വാലന്റൈൻസ് ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഇവിടെ ഈ കുഞ്ഞു പിള്ളേർക്ക് വളരെ കുപ്രസിദ്ധമായി ഇൻജക്റ്റ് ചെയ്യുന്നത് ജെൻഡർ ഇൻഇക്വാലിറ്റിയാണ് ഇതിലൂടെ.
അതായത് ബാർബി ഡോള് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന വഴി പെൺകുട്ടികൾ വീക്കാണെന്നും ആൺകുട്ടികൾക്ക് തോക്കും ഇതൊക്കെ JCB ആൺകുട്ടികൾ മാത്രമേ ഡ്രൈവ് ചെയ്യാവൂ, ആൺകുട്ടികൾക്ക് മാത്രമേ തോക്കെടുത്ത് യൂസ് ചെയ്യാവൂ, വയലൻസ് അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. സോ ഫാമിലി പറയാതെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി അവരിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ഇതിലെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നെ വളരെയധികം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്, പല ആൾക്കാരും പറയാറുണ്ട്, അത് അവനോ അവളോ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒരു പയ്യൻ്റെ അടുത്താണെങ്കിൽ എന്തെങ്കിലും പറ്റിയ, അയ്യേ നീ നിന്ന് കരയാണോടാ, എന്നാത്തിനാ ഇങ്ങനെ കരയുന്നേ, ആൺകൊച്ചുങ്ങൾ കരയോ, ആൺകൊച്ചുങ്ങൾ കരയത്തില്ല, ആൺകൊച്ചുങ്ങൾ ധൈര്യശാലികളാ എന്ന് കഥയിലൂടെയും അല്ലാതെയും പറഞ്ഞ് പഠിപ്പിക്കും. മറിച്ച് ഒരു പെൺകുട്ടി കരഞ്ഞാ ഒന്നും പറയത്തില്ല, നീ കരഞ്ഞോ. ചില ആൾക്കാർ പറയും പെൺകൊച്ചുങ്ങൾ കരഞ്ഞാൽ സുന്ദരിയാവെന്ന് പറയും. അപ്പം അതൊക്കെ അതിലെന്തെങ്കിലും സത്യം കാണുമായിരിക്കും. പക്ഷെ അതൊക്കെ ഈ ജെൻഡർ ഇൻഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൂത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ. നമുക്കിനി അടുത്ത ഭാഗത്തിലോട്ട് പോവാം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ആൺകുട്ടികൾ കരയാൻ പാടില്ല. എന്തുകൊണ്ട്? അതെന്താ, ആൺപിള്ളേർക്ക് കണ്ണീര് വരത്തില്ലേ? ഗേൾസിന് മാത്രമേ കണ്ണീര് വരത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത് ഇങ്ങനെ ആ സമൂഹം പറഞ്ഞ് ഈ ബോയ്സിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും അവർ കരയത്തില്ല. കരഞ്ഞ നാണക്കേടല്ലേ, ആരുടെ മുമ്പിൽ വെച്ച് കരയത്തില്ല. അത് വിങ്ങി അവസാനം വളരെ പ്രഷറായി അത് മറ്റു ആരോഗ്യ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കും. അത് അങ്ങനെയാണ്. അതാണ് ബോയ്സിന്റെ അവസ്ഥ. ഇനി ഗേൾസിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും അവർ കുഞ്ഞായിരിക്കുമ്പോഴേ ഒന്ന് ഉറച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. 4-5 വീട് അപ്പുറത്ത് കേൾക്കാം അവളുടെ സംസാരം, കെട്ടിച്ചുവിടേണ്ട പെണ്ണാ, അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ എങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഫാമിലി തന്നെ അവളുടെ വാ അങ്ങ് അടച്ചു പൂട്ടി വെക്കും. അത് വളരെയധികം നമ്മൾ മാറ്റേണ്ട. നമ്മൾക്ക് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും വളർന്ന് വലുതായി ഒരു കല്യാണമൊക്കെ കഴിച്ച്, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നല്ലേ ഉള്ളൂ, കല്യാണം കഴിച്ച് നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ ഭാവിയിൽ ഒരു കല്യാണം കഴിച്ച് ഫാദേഴ്സൊക്കെ ആവേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഫാദേഴ്സും മദേഴ്സും എല്ലാവരും ആവേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ടോപ്പിക്കിൽ മാത്രം ഇങ്ങനെ പറഞ്ഞു പോവാതെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിൽ നിന്നും ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി തുടച്ച് നീക്കാൻ നമുക്ക് സമൂഹത്തിൽ നിന്നും ഈസി ആയിട്ട്, വളരെ വളരെ ഈസി ആയിട്ട്, ഒരു ബോധവൽക്കരണം ഒന്നിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് അതിവേഗത്തിൽ ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി, എത്രയും പെട്ടെന്ന് ജെൻഡർ ഇക്വാലിറ്റി കൈവരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസവും. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അതിപ്പോൾ എൻ്റെ ഫാമിലി തന്നെ ആയിക്കോട്ടെ, ഞങ്ങളുടെ കസിൻസിൻ്റെ പിള്ളേരെയൊക്കെ അവരെല്ലാം പെൺകൊച്ചാണെങ്കിൽ എല്ലാം കൊച്ചിലെല്ലാം പഠിപ്പിക്കാൻ വിടും. സ്വിമ്മിങ്, കരാട്ടെ, കുംഫു, അങ്ങനെ എല്ലാം ഒന്നിനും ഒരു ബാക്കിൽ നിർത്താതെ എല്ലാത്തിനും കോച്ചിങ് കൊടുത്ത് എല്ലാത്തിനും അവരെ ഫ്രണ്ട് നിർത്തുന്ന ഒരു കാഴ്ച എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ അങ്ങനെ ആവണം. നമ്മൾ ഭാവിയിൽ മാതാപിതാക്കന്മാരാകുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർക്ക് എൻകറേജ്മെന്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിപ്പോൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. അത് ഈ ഫാമിലിയിൽ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവല്ലോ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈക്വലായിട്ട് നിങ്ങൾ വളർത്താൻ നോക്കുക, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇനി ഞങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ജെൻഡർ ഇക്വാലിറ്റി കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സംഭവം ഇല്ല ഈ ജെൻഡർ ഇക്വാലിറ്റി ഈസി ആയിട്ട് കൈവരിക്കാൻ നമുക്ക്. അതിന് വേറെ നമ്മൾ വളർന്ന് വലുതായിട്ട് ജെൻഡർ ഇക്വാലിറ്റി കൈവരിക്കാമെന്ന് പറയുമ്പോൾ അത് ഇമ്പോസിബിൾ ആണ്. ഫാമിലി, അമ്മ എന്ത്, സ്ത്രീ എന്ത് എന്ന് അറിഞ്ഞ് വളർന്ന ഒരാൾക്ക് മാത്രമേ സ്ത്രീയെ ബഹുമാനിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ എന്തിനാണ് സ്ത്രീകളോട് ഒരു ഇൻഇക്വാലിറ്റി കാണിക്കുന്നത്? ഒരു കണക്കിന് നോക്കിയാൽ നമ്മളെക്കാളും എത്രയോ വേദന അവർ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു വ്യക്തിത്വങ്ങളാണ് അവർ. കാര്യം അവർക്ക് മൂഡ് സ്വിങ് ആകുമ്പോൾ ഒരു അവസ്ഥയാണ്, അവർക്ക് പീരീഡ്സ് ആകുമ്പോൾ വേറൊരു അവസ്ഥയാണ്, ഡെലിവറി സമയത്ത് അവർക്ക് പെയിൻ ഭയങ്കര അപാരമാണ്, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മുല കിട്ടുന്ന സമയത്ത് അവർ വേറൊരു അവസ്ഥയിലാണ്. അപ്പോൾ ബോയ്സ് ഇതൊന്നും അനുഭവിക്കുന്നില്ല, ശാരീരിക വേദന ബോയ്സ് അനുഭവിക്കുന്നില്ല. അവർക്ക് ജോലി സംബന്ധമായ സ്ട്രെസ് എന്ന് പറയാം, ഓക്കെ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് അവർ അതിനെ വലിയ എന്തോ കാര്യമായിട്ട് കൊണ്ടു നടക്കും. പക്ഷെ വേദന മൊത്തം തിന്നുന്നത് സ്ത്രീകളാണ്. ഈ വേദന തിന്നുന്നതിൻ്റെ ഇടയ്ക്കാണ് അവർ ഇത്രയും ജോലികൾ ചെയ്യുന്നത്. അത് ഒഫീഷ്യൽ ആയിക്കോട്ടെ അൺഒഫീഷ്യൽ ആയിക്കോട്ടെ. ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ രാവിലെ എല്ലാം വേവിച്ച് വെച്ചിട്ട് അവർ ജോലിയും ചെയ്യുന്നു, ഈ വേദനയെല്ലാം സഹിക്കുന്നു. അപ്പോൾ അവർക്ക് നമ്മളൊരു അവാർഡ് കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്?
അല്ലാതെ ജോലിക്ക് പോകുന്ന സ്ത്രീയുടെ അടുത്ത് പറയുകയാണ് നീ ജോലിക്ക് പൊയ്ക്കോ, പക്ഷേ ഇവിടെയുള്ള ജോലിയെല്ലാം നീ ചെയ്ത് തീർത്തിട്ടേ പോവാവൂ എന്നൊരു ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ അതൊരു ഹസ്ബൻഡ് ആണോ? ഹിസ് എൻ ആനിമൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി കൈവരിക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്തത് സാമ്പത്തിക ഭദ്രതയാണ്. പല വീട്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹസ്ബൻഡും വൈഫും രണ്ടുപേർക്കും ജോലിയുണ്ട്, പക്ഷേ പൈസ എല്ലാം ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലോട്ട്. അത് എവിടത്തെ നിയമം, എവിടത്തെ ഏർപ്പാട്? ഒരു കണക്കിന് സ്ത്രീകളാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ചേട്ടാ എൻ്റെ പൈസ ചേട്ടൻ്റെ അല്ലേ ചേട്ടാ, ചേട്ടൻ എനിക്ക് പൈസ വേണ്ട, നമ്മുടെ പൈസ അല്ലേ ചേട്ടാ, ചേട്ടൻ്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുഴി എവിടെ തോണ്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മുമ്പിലേക്ക് പൈസ ഒക്കെ ആവശ്യപ്പെടാം. അത് എത്ര ഒരിക്കലും സ്ത്രീകൾ അതിന് സമ്മതിച്ചു കൊടുക്കലും. നിങ്ങളുടെ പൈസ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്ത് ചെലവാക്കാനുള്ളതാണ്. അതിന് ഒരു ഹസ്ബൻഡിന്റെ ഒരു അഭിപ്രായം ചോദിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. കാര്യം നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ആ പൈസ കൊണ്ട് നിങ്ങൾ മോശം കാര്യമൊന്നും ചെയ്യുന്നില്ല. സോ അങ്ങനെയാണ്. അപ്പോൾ ഫാമിലിക്ക് ഒരു ആവശ്യം വരുമ്പോൾ സ്ത്രീ അവളുടെ അടുത്ത് പൈസ യൂസ് ചെയ്യട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പം? രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഹസ്ബൻഡിന്റെ പൈസ ഇനിയിപ്പം രണ്ടുപേർക്ക് ഹസ്ബൻഡ് ഡൗൺ ആവുന്ന സമയത്ത് വൈഫിന് ഹെൽപ്പ് ചെയ്യാം, വൈഫ് ഡൗൺ ആവുന്ന സമയത്ത് ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് മുമ്പോട്ട് പോകേണ്ടത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിന്റെ ഒരു പവറാണ്, ഒരു വെപ്പണാണ്. വിത്തൗട്ട് മ്യൂച്വൽ റിലേഷൻഷിപ്പ് ദർ ഇസ് നത്തിങ് ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് തകർന്ന് തരിപ്പണമായി പോകും. അതങ്ങനെയാണ്. അവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല നമ്മൾ നോക്കേണ്ടത്. ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കല്ലും. ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറയുന്ന കേൾക്കാം, എന്ത് പറയാൻ ചേച്ചി, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എന്ത് പറയാം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പോകേണ്ട കാര്യമല്ല. അഡ്ജസ്റ്റിന് പകരം നമുക്ക് വേണ്ടത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്, പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ വിജയിച്ചാൽ ഈ ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് കൈവരിക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുക. ഒരിക്കലും ഹസ്ബൻഡിനെ ഏൽപ്പിക്കല്ലും. ഓക്കെ. ചില സ്ത്രീകൾക്ക് സ്നേഹം കൂടിപ്പോവും, പക്ഷെ അവർക്ക് തന്നെ ദോഷമായിട്ട് വരും. അങ്ങനെയാണ്. ഇനി ചില ഹസ്ബൻഡ് പറയും, അവർ സമ്മതിക്കും, നീ ജോലിക്ക് പൊയ്ക്കോ, പക്ഷേ നീ ഇവിടുത്തെ ജോലി എല്ലാം ചെയ്തിട്ടേ പോവാവൂ എന്ന് പറയുന്ന ഹസ്ബൻഡ് ഒരു ഹസ്ബൻഡ് ആന്ന് പറയാൻ എനിക്ക് തോന്നത്തില്ല. അതൊരിക്കലും അതൊരു ഇൻഇക്വാലിറ്റിയാണ്. എന്താ, പുരുഷൻ ജോലിക്ക് പോവുകയല്ലേ, പുരുഷന് വന്ന് അടുക്കള പണിയെടുത്താൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾ അനുവദിക്കാതിരിക്കുക. അങ്ങനെയാണ്. ഇനി ഇതിന് മെയിനായിട്ടുള്ളൊരു റീസൺ, ഇനി അടുത്ത പറയാൻ പോകുന്ന ഒരു റീസൺ ഉണ്ട്. അടുത്ത ആശയം സ്ത്രീകൾ ശക്തമായി തുറന്ന് പറയുക എന്നതാണ്. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും മകളെ കല്യാണം കഴിച്ചയച്ചു, നല്ല പൈസയ്ക്ക് കല്യാണം കഴിച്ചയച്ചു. പക്ഷെ മകൾക്ക് അവിടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അപ്പോൾ മകൾ വിചാരിക്കും, അയ്യോ ഞാൻ എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ, ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയി നിന്നാൽ ഇത്രയും പൈസ അച്ഛൻ ചിലവാക്കിയല്ലേ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇത്രയും പൈസ ചിലവാക്കിയല്ലേ, എല്ലാവരും അറിയിച്ച് കല്യാണം നടത്തിയല്ലേ, ഇനിയിപ്പോൾ വീട്ടിൽ പോയി നിന്നാൽ എങ്ങനെ ശരിയാവും, എല്ലാം സഹിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇഷ്ടംപോലെ സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്തുകൊണ്ട് സഹിക്കുന്നു? നിങ്ങൾ തുറന്ന് പറയുക. അതിപ്പോൾ അച്ഛൻ്റെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും. ഹസ്ബൻഡിന്റെ പീഡനം സഹിച്ച്, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ പീഡനം സഹിച്ച് നിങ്ങളവിടെ നിൽക്കേണ്ട കാര്യം ഒരിക്കലും വരുന്നില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ജെൻഡർ ഇൻഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ് അർത്ഥം. ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എവിടെ കേട്ടതാണ്. അതായത് ഒരു MBBS പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഡോക്ടറാണ്. ആ പെൺകുട്ടി കല്യാണം കഴിച്ചത് ഒരു അഡ്വക്കേറ്റ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു പുള്ളി. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് നിരന്തരമായിട്ടും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ആ MBBS കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആ പെൺകുട്ടി അപ്പോൾ വിചാരിച്ചത് എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥയും ഇതാണ്, സ്ത്രീകൾ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, എല്ലാ സ്ത്രീകളും ഇത് സഹിച്ചേ പറ്റൂ എന്നാണ് ആ സ്ത്രീ വിചാരിച്ച് വെച്ചിരുന്നത് എന്നാണ് ആ സ്ത്രീ ആ ഒരു MBBS ഡോക്ടറുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വിദ്യാഭ്യാസം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. MBBS കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സ്ത്രീകളെല്ലാം അവർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അവർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ അന്ന് വിചാരിച്ചു എല്ലാ സ്ത്രീകളും ഹസ്ബൻഡിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി, ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ഭർത്താക്കന്മാർ ഇങ്ങനെയാണ്, ഭാര്യമാർ ഇങ്ങനെയാണ് എന്നാണ് ആ പെൺകുട്ടി വിചാരിച്ച് വെച്ചിരുന്നതെന്ന് ആ പെൺകുട്ടി തന്നെ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. MBBS കഴിഞ്ഞൊരു പെൺകൊച്ചാണ്, ഡോക്ടറാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എത്രത്തോളം ബാക്കിലോട്ട് പോയി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലും ഒരു വളരെയധികം ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ക്ലാസ്സുകൾ മാത്രം ഫോർ എക്സാമ്പിൾ ഒരു മണിക്കൂറാണെങ്കിൽ അതിൽ ഒരു അധ്യാപകൻ 40 മിനിറ്റ് പഠിപ്പിച്ചോട്ടെ, ബാക്കി 20 മിനിറ്റ് ഇങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കണം എന്നും എൻ്റെ ഒരു ആശയമാണത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് സിലബസ് മാത്രം കവർ ചെയ്ത് പോകുന്ന ടീച്ചേഴ്സ്. അങ്ങനെ ആവാൻ നമ്മൾ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു BEd സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പം ഞാനൊരു സാർ ആവുകയാണെങ്കിൽ ഒരു ക്ലാസ് 1 അവർ ആണെങ്കിൽ 40 മിനിറ്റ് നമുക്ക് ആ ക്ലാസ് എടുക്കാം. ബാക്കി 20 മിനിറ്റ്സ് ഇതേപോലുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി ആയിക്കോട്ടെ, എന്ത് കാര്യം, നല്ല മോറൽ വാല്യൂസിനെ പറ്റി ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി കൈവരിക്കാൻ സാധിക്കും. നമുക്കറിയാം സ്ത്രീകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ ഇൻഇക്വാലിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുന്നത്. ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ 2 ജെൻഡറിനെ പറ്റി സംസാരിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് നിർവാഹമില്ല. കാര്യം ഇങ്ങനെ സംസാരിച്ചാലേ നമുക്ക് ഇത്തിരിയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാകത്തുള്ളൂ നമുക്ക് തന്നെ. കാര്യം ഏറ്റവും കൂടുതൽ ഇൻഇക്വാലിറ്റി ഫേസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫും തമ്മിൽ വഴക്കാവുന്നു. അപ്പോൾ നമുക്കറിയാം ബോയ്സ് ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് എന്നാണ് പറയുന്നത്. അത് ഓക്കെ, അതൊക്കെ ആയിരിക്കും. പക്ഷേ സ്ത്രീകൾ ഇത്തിരി ബോഡി ഒരു ശാരീരിക ഇത് വെച്ചാൽ ഇത്തിരി വീക്കാണ്. പക്ഷെ അത് പുരുഷന്മാർ മുതലെടുക്കാൻ പാടില്ല. അതായത് ഒരു കണക്കിന് ഈ ജെൻഡർ ഇനിയിപ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ജെൻഡർ ഇൻഇക്വാലിറ്റി അധികം പ്രൊമോട്ട് ചെയ്യുന്നതും പുരുഷന്മാരോടൊപ്പം അതിലൊരു 90% പങ്കുവെക്കുന്നത് സ്ത്രീകളാണ്. അതായത് മരുമക്കളെ അടിക്കാൻ പറയുന്ന അമ്മായിയമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് മോൻ്റെ അടുത്ത് ചോദിക്കും, നിന്റെ കൈക്ക് എന്താടാ എല്ലില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന അമ്മായിയമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മരുമക്കളെ അടിക്കാൻ പ്രേരിപ്പിക്കുന്ന അമ്മായിയമ്മ അവർ സ്ത്രീയാണ്. അവരാണ് ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പാട്രിയാർക്കി ആയാലും ജെൻഡർ ഇൻഇക്വാലിറ്റി ആയാലും ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് സ്ത്രീകൾക്കുണ്ട്. നമുക്കിപ്പോഴും കാണാൻ സാധിക്കും ചില ഫാമിലീസിൽ, എനിക്കറിയാവുന്ന കുറെ ഫാമിലി തന്നെ ഉണ്ട്. അതായത് അവര് അമ്മ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. അമ്മയടുത്ത് സ്നേഹം വേണം. അമ്മ, നമുക്കറിയാം അമ്മ എന്ന് പറയുന്നത് സ്നേഹം കൊടുക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ അമ്മ പറയുന്നത് അതേപോലെ കേട്ട് അതേപോലെ ചെയ്ത്, അത് തെറ്റാണെങ്കിലും അതേപോലെ ചെയ്ത് വന്നു കയറുന്ന മരുമക്കളെ അമ്മ പറഞ്ഞ് അടിക്കുക, അമ്മായിയമ്മ പീഡനം. അതായത് അമ്മായിയമ്മ തൻ്റെ മരുമകളെ മോനെ കൊണ്ട് അടിപ്പിക്കുന്നു. അത്ര ഒരു സ്ത്രീ ഭരണം എന്ന് പറയുന്ന ഒരു മ്ലേച്ഛമായ കാര്യം പല ഫാമിലിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കണക്കിന് നോക്കിയാൽ സ്ത്രീകൾ തന്നെയാണ് ജെൻഡർ ഇൻഇക്വാലിറ്റി അതിലേക്ക് അത് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ സ്ത്രീകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, നമ്മൾ അങ്ങനത്തെ ന്യൂസുകൾ വായിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ ഒരു ജെൻഡർ ആ ജെൻഡറിന്റെ ഉന്നമതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ഒരു കുഴി തോണ്ടാതിരിക്കുക. അതിപ്പം നമ്മൾ പറയും പഴയ ആൾക്കാരല്ലേ അവിടെയൊക്കെ അങ്ങനെയാണെന്ന് പറയും. പക്ഷെ അവിടെയൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഒരിക്കലും നമ്മൾ അത് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇനി അടുത്ത വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് അതാണ്. അത് ടോപ്പിക്കിൽ നിന്ന് ചെറുതായിട്ട് മാറിപ്പോയി. അപ്പോൾ സ്ത്രീകൾ ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ദേഹത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ പുള്ളിക്ക് കൈവയ്ക്കാനുള്ള ഒരു അവകാശം ഇല്ല. നിങ്ങളത് ഒരു കാരണവശാലും, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാരണവശാലും നിങ്ങളത് അനുവദിച്ചു കൊടുക്കല്ലോ. എത്ര സ്നേഹമുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ ഒരിക്കലും അടിക്കത്തില്ല. പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീകളുടെ കവലം പൊട്ടിക്കുന്നത് ഒരു ആണത്വം, അതിന്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാറുള്ളത്. അതായത് ഭർത്താവാകുമ്പോൾ ഭാര്യയെ അടിക്കും, അതാണ് ആണ് എന്ന് പറയുന്ന ഒരു പഴയ മ്ലേച്ഛമായ സമ്പ്രദായം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴത്തെ തലമുറ അതിൽ നിന്നൊക്കെ കുറെ മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു 21-22 നൂറ്റാണ്ടിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് സ്ത്രീകളെ അടിക്കാൻ കൈയോങ്ങി അതിലെന്തോ ആണത്വം, അല്ലെങ്കിൽ സ്ത്രീകളെ എല്ലാവരുടെ മുമ്പിൽ വെച്ച്, സ്വന്തം വൈഫിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞ് ഹീറോയിസം കാണിക്കുന്ന ഹസ്ബൻഡ് അവരെ കാണാൻ സാധിക്കും. എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത്? അവരങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ സ്വയം സമൂഹത്തിൽ താഴ്ന്നു പോവുകയാണെന്ന് എന്ന് അവർ ചിന്തിക്കുന്നില്ല. സോ ഇതിന്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് അവർ വലുതാകുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിക്ക് കുറെ കാര്യങ്ങൾക്ക്, കുറേയല്ല 90% കാര്യങ്ങൾ ഫാമിലിക്ക് തന്നെ ചെയ്യാൻ പറ്റും. അമ്മ എന്ത്, സ്ത്രീ എന്ത്, പുരുഷൻ എന്ത് എന്ന് അറിഞ്ഞു വളരുന്ന ഒരു കുട്ടി ഒരിക്കലും ജെൻഡർ ഇൻഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യത്തില്ല.
നമുക്കറിയാം ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി കുറേ നോവൽ സ്ത്രീകൾ ഈയിടയ്ക്ക് ഒരു പെരുമലയൻ എന്ന് പറയുന്ന ഒരു നോവൽ, പുതിയ നോവൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന നോവലാണ്. ഞാൻ അത് വായിച്ചിട്ടില്ല. പക്ഷേ ആ ഫ്രണ്ട് പറഞ്ഞത് എനിക്ക് സ്റ്റോറി ചെറുതായിട്ട് പറഞ്ഞു തന്നു. നമുക്ക് അത് പണ്ടത്തെ മറ്റേ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇൻഇക്വാലിറ്റി അതിനെ പറ്റിയാണ് പറയുന്നത്. ഒരു തെയ്യത്തിൻ്റെ രൂപത്തിലാണ് അത് കഥ പറഞ്ഞു പോകുന്നത്. പെരുമലയൻ എന്ന് പറയുന്ന നോവൽ അത് കരഞ്ഞു തീർക്കാതെ ഒരു കരയാ ഒരു വായിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീര് വീഴ്ത്താതെ അത് വായിച്ചു തീർക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് ആ നോവൽ. അത്രയ്ക്കും സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഇൻഇക്വാലിറ്റി നമുക്ക് അതിൽ കാണാൻ സാധിക്കും. മെയിനായിട്ട് അത് ജാതി ഇതൊക്കെയാണ് പറയുന്നത്. എങ്കിൽ പോലും സ്ത്രീകളെ ഒരു എന്തോ പറയുന്നത് ഒന്നും അല്ലാതാക്കുന്ന ഒരു സമുദായം പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. അതിനെ പറ്റിയൊക്കെ പറഞ്ഞു പോകുന്ന നോവലാണ് അത്. സോ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഞാനും അത് വായിക്കണം, എനിക്കത് കിട്ടിയിട്ടില്ല. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ചില സ്ത്രീകൾ തന്നെ പറയും, മോളെ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, നീ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് സ്ത്രീകൾ തന്നെ സ്ത്രീകളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. എന്താണ് അവൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഈ പീഡനങ്ങളോ അടികളോ കുത്തുവാക്കുകളോ? ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടവരല്ല. സ്ത്രീകൾ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടവരല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതുണ്ടെങ്കിൽ ലൈഫ് സ്വർഗമാണ്. നിങ്ങളുടെ ലൈഫ് ഒരു ഹെവനായിട്ട് മാറും. നിങ്ങൾക്ക് അങ്ങനെ ഒരു പാർട്ണറെ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു വണ്ടർഫുൾ ലൈഫായിട്ട് മാറും. അതില്ല എങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകല്ലോ. ഡിവോഴ്സ്, അത്രേ ഉള്ളൂ. അതിനിപ്പോ എന്ത് നൂലാമാല ആയാലും എന്തൊക്കെ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് കോർട്ട് കയറി ഇറങ്ങേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അത്ര അവിടെ വരെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോകണം. നിങ്ങൾ ബ്രേവ് ആവണം. ഇപ്പൊ ഫാമിലിയിലോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് നല്ലൊരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുക, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്നേ ഈ ജെൻഡർ ഇൻഇക്വാലിറ്റിയെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാമായിരുന്നു. ഫാമിലിയാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. മിക്ക സ്ഥലത്തും അല്ല, 90% അത് അങ്ങനെ തന്നെയാണ്. പിന്നെ പുരാണങ്ങള് മതഗ്രന്ഥങ്ങൾ ഇതൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, അതിപ്പോ ഏത് മതം എടുത്താലും നമുക്ക് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നതും കാണാം, അതിലുപരി സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതും കാണാം. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് വേറൊരു വിവാദത്തിലേക്ക് പോകും. സോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും സ്ത്രീകളെ വളരെ ബഹുമാനമില്ലാത്ത രീതിയിൽ പറഞ്ഞു വെക്കുന്ന അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അപ്പൊ അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ ഏത് മതഗ്രന്ഥമായാലും നമ്മൾ വായിക്കുന്ന അത് നോവലായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ബാക്കിയൊക്കെ തള്ളിക്കളയുകയും ചെയ്യേണ്ടതാണ്. നമുക്കൊരു യുക്തി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മൾ വായിച്ച് കളയാത്ത നമ്മൾ യുക്തി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ചില ആൾക്കാർ മതം വായിച്ച് മതഭ്രാന്ത് എന്നൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. എൻ്റെ മതം എൻ്റെ വ്യക്തിപരമായ ഒരു ആശയമാണ്, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്. ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയേണ്ട ആവശ്യം പോലും നമുക്കില്ല. കാര്യം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് എവിടെയാണ് ജെൻഡർ ഇക്വാലിറ്റി വരുന്നത്? പിന്നെ മൂന്നാമത് കാറ്റഗറി ഉണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയും. നമ്മൾ എന്തിനാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അവരെ വേർതിരിച്ച് കാണുന്നത്? അവർക്കും ജെൻഡർ ഇക്വാലിറ്റിയുടെ ആവശ്യകതയുണ്ട്. അവരെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ജെൻഡർ ഇൻഇക്വാലിറ്റിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അവരുടെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കില്ല. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളല്ല. അവർക്ക് ഒന്നെങ്കിൽ ബൈ ബർത്ത് അല്ലെങ്കിൽ ബർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ആഗ്രഹം തോന്നും. അത് ഒരു തരത്തിലുള്ള ഡിസീസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മനഃപൂർവ്വം അവർ അങ്ങനെ ചെയ്യത്തില്ല. അപ്പം അവരെ റെസ്പെക്ട് ചെയ്യുക. നമുക്കാണ് ഈ ഒരു അവസ്ഥ വന്നെങ്കിലോ, നമ്മളെപ്പോഴും നമ്മളുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കാതിരിക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കും. ഒരു കാൽ വയ്യാത്ത ഒരാളെ കാണുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിലോ എന്ന് നമ്മൾ അയാളുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ അതിലൊരു സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ അതിപ്പോൾ ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല, ഏത് റിലേഷൻഷിപ്പ് ആയാലും പരസ്പര ബഹുമാനം, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഫാമിലിയിൽ നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, കുഞ്ഞിലെ നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ജെൻഡർ ഇൻഇക്വാലിറ്റി ഉണ്ടാകത്തില്ല. നമുക്ക് അതുവഴി ജെൻഡർ ഇൻഇക്വാലിറ്റിയെ നമുക്ക് എന്നേക്കുമായി
സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് സമൂഹത്തെ ഒരു സ്വർഗീയ പൂങ്കാവനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഷിഫിൻ. എംപവർ 360 ഡിഗ്രീസ് സംഘടിപ്പിക്കാറുള്ള സ്പാർക്ക് സെഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇന്ന് ഷിഫിൻ എസ് തിരുവനന്തപുരം ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്. വളരെയധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു സെഷനായിരുന്നു, വളരെയധികം അഭിമാനദായകമായിട്ടുള്ള ഒരു സെഷനായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി അഭിമാനം കൂടും അല്ലേ? ഒരു പുരുഷ പ്രജയുടെ ഭാഗത്ത് നിന്ന് ഇത്രയധികം പ്രശംസയൊക്കെ ലഭിക്കുമ്പോഴേ, പരിഗണനയൊക്കെ ലഭിക്കുമ്പോഴേ അത് നമ്മൾക്ക് പൊതുവെ കുറവാണല്ലോ. സ്ത്രീ സമത്വമാണ് വിഷയീഭവിച്ചിട്ടുള്ളതെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സും പ്രതിപാദ്യമായി വന്നിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമത്വം എന്നുള്ളതൊരു ബാലികേറിയ മലയാണോ? ഏറെക്കുറെ സ്ലോ പ്രോസസ്സായിട്ട് ഇക്വാലിറ്റിയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. പല മേഖലകളിലും വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ഇച്ചിരി ഒരു പൊടിക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആവശ്യമുണ്ട് താനും അല്ലേ? അതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് തുടങ്ങണം കുട്ടികളെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള മനസ്സിലാക്കലുകളുടെ പ്രാധാന്യം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണി. പ്രത്യേകം എടുത്തു പറയുന്ന സമയത്ത് 90% ഭാരം, ജോലി ഭാരമാകട്ടെ, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മെൻസ്ട്രൽ ഇഷ്യൂസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൂഡ് സ്വിങ്സും ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പുരുഷന്മാരെക്കാൾ നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, പരിഗണനയ്ക്ക് അർഹരാണ്. അത് പലപ്പോഴും പുരുഷന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്വയം അഭിമാനമില്ല, നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു മതിപ്പിൻ്റെ കുറവ്, നമ്മൾക്ക് നമ്മളോട് വേണ്ടുന്ന ആദരവിൻ്റെ കുറവ്. പിന്നെ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും പാരകളായിട്ട് മാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ്, വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു വ്യക്തി, MBBS സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളൊരു റെസ്പോൺസ് പ്രത്യേകം അത്ഭുതം തോന്നിയിട്ടുണ്ട്. ശരിക്കും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ എല്ലാവരും, സ്ത്രീകൾ പ്രത്യേകിച്ചും ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ആ കുട്ടി മനസ്സിലാക്കില്ലയാവോ? അല്ലെങ്കിൽ അത് എന്താണ് വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് ചിന്താർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. മനുസ്മൃതിയിലൊക്കെ പറയാറുണ്ട് അല്ലേ, പിതോ രക്ഷിത കൗമാരെ പുത്രോ രക്ഷിത യൗവനെ ഭർത്തോ രക്ഷിത വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. മനുസ്മൃതിയിൽ പറയുന്ന ഈ ഒരു വാചകം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യക്ഷാർത്ഥം. എന്നാൽ വ്യംഗ്യമായിട്ട് നമ്മൾക്ക് നോക്കുന്ന സമയത്ത് പുരുഷൻ്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട്സ്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഭർത്താവിൽ നിന്നുമെല്ലാം സപ്പോർട്ട്സ് ഓരോ കാലയളവിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് കൊണ്ട് സ്ത്രീകളെ സ്വാതന്ത്ര്യം, പ്രത്യേകിച്ചൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി അവർ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മനുസ്മൃതിയാണ് എനിക്കൊന്ന് കോട്ട് ചെയ്ത് പറയാൻ തോന്നിയിട്ടുള്ളത്. ഇനി സ്ത്രീകൾക്ക് സ്ത്രീകളോട് വേണ്ടുന്ന ഒരു എന്താ പറയുന്നത്, റെസ്പെക്റ്റ് എന്നുള്ള സംഗതി അത് ഉണ്ടാക്കിയെടുക്കേണ്ടുന്നതാണ്. അത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെന്നിട്ടല്ല, കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള പോയിൻ്റാണ്. ഷിഫിൻ ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ സെഷനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾക്ക് മനസ്സിലാക്കേണ്ടുന്ന അല്ലേ. ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഷിഫിൻ ഈ സ്പാർക്കിൻ്റെ സെഷനിൽ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുരുഷൻ മനസ്സിലാക്കിയ അത്ര പോലും സ്ത്രീയെക്കുറിച്ച് സ്ത്രീ മനസ്സിലാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന വിധത്തിൽ സ്ത്രീയെ പരിഗണിക്കുന്നില്ലല്ലോ എന്നുള്ളത് ഖേദകരമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒത്തിരി ചിന്തയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ വിഷയീഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ സെഷനെ ധന്യമാക്കിയിട്ടുള്ള ഷിഫിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കണം. ഒത്തിരി നന്ദി, സ്നേഹം. എംപവർ 360 ഡിഗ്രീസിൻ്റെ ഭാഗമായിട്ട് സ്പാർക്ക് സെഷനിൽ വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് ഷിഫിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ സ്പാർക്ക് സെഷനുമായിട്ട് നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ടവരെ
ചാനലിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഷിഫിൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളും. നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ നിരീക്ഷണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഷപ്ന ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുകൂടെ പ്രതീക്ഷിക്കട്ടെ. ഡെയിലി ഇൻസൈറ്റ്സ്, സ്പാർക്ക്, സിനർജി എക്സ്പോ, ഇങ്ങനെ ഒത്തിരി സെഷൻസ് നമ്മൾക്ക് എംപവർ 360 ഡിഗ്രീസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഷപ്ന ചാനലിൽ പല പ്ലേലിസ്റ്റും ഉള്ള കൂട്ടത്തിൽ എംപവർ 360 ഡിഗ്രീസിൻ്റെ ഭാഗമായിട്ടുള്ള സെഷൻസിൻ്റെ ലിങ്കും പ്ലേലിസ്റ്റും കാണും. അതെല്ലാം നിങ്ങൾ കേൾക്കണം, കാണണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കാണാം. സ്നേഹം.